Hi friends, welcome back to my channel. ഞാൻ സുഫാൻ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഒന്നുമല്ല, പക്ഷേ എൻ്റെ മുടിൻ്റെ ഒരു വീഡിയോ ആണ്. നമുക്ക് കണ്ടോക്കാം. നിങ്ങൾ കണ്ടില്ലത്? ഇതാണ് അവസ്ഥ. രാവിലെ എണീക്കുമ്പോൾ ഒന്നാമത് നല്ല ലോങ് ഹെയറാണ്. ഹെയറിന് നീളം കണ്ട് നിങ്ങൾ ഇത്ര നീളാക്കിയാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്രൗൺ ഏരിയ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ കാണുന്നവർക്ക് അറിയാം, ക്രൗൺ ഏരിയ വളരെ കുറവാണ്, തിന്നായിക്കൊണ്ട് ഇപ്പോൾ വിസിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോങ് ഹെയർ വെച്ചിട്ട് ഞാൻ ബാക്കൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കവർ ആയിക്കൊണ്ട് നമുക്ക് ക്രൗൺ ഏരിയ വല്ല വിസിബിൾ ആവില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ രാവിലെ എണീക്കുമ്പോൾ ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്യുമല്ലോ, ഷാമ്പു വെച്ച് വാഷ് ചെയ്യുമ്പോൾ ഫുള്ള് ഡ്രൈ ആവും. അങ്ങനെ വരുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവുക, ഫുള്ള് എന്താ പറയുക കോലം കിട്ടുക. അന്നത് നീളമുള്ളതുകൊണ്ട് പരന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് ചോദിച്ചു നോക്കി, നമുക്കിത് സ്ട്രൈറ്റ് ചെയ്താണ്ട് ലെവലാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ സ്ട്രൈറ്റ് ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാർക്കും ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്ത ആൾക്കാർക്കും തന്നെയാണ് അവസ്ഥ. ഏതായാലും അപ്പം ഇനി മുടി വെട്ടാൻ പോകുന്നൊരു ഇതാണ് കാണിക്കണത്. നല്ല നീളത്തിൽ മുടി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ലെവലാക്കി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചീവി കഴിഞ്ഞാൽ അതേപോലെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ എണ്ണമയം എപ്പോഴും വേണം മുടിയുമ്പോൾ ഇങ്ങനെ, എന്നാലേ ഇതേപോലെ ഒതുങ്ങി നിൽക്കണുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഭാഗത്തെ മുടി നല്ല രീതിക്ക് എന്താ പറയുക, എങ്ങനെ പറഞ്ഞുതരാം, നമ്മളെ ഒരു വൃത്തിക്ക് നിൽക്കണില്ല, അങ്ങനെ തെറിച്ച് നിൽക്കുകയാണ്. ബാക്കത്തെ മുടിയും അതേപോലെ ഈ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഇപ്പുറത്ത് ബാക്കിയുള്ള മുടിയൊക്കെ നല്ല വൃത്തിക്ക് ഇതിൻ്റെ ഓൾറെഡി ഉള്ള പോലെ നിൽക്കുന്നുണ്ട്. ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടിക്ക് മാത്രം ഇങ്ങനെ പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ഇനി ഷോർട്ടാക്കി വെട്ടാനാണ് തീരുമാനിക്കണത്. അല്ലെങ്കിൽ എന്താ എപ്പോഴും നമ്മൾ എണ്ണ തേച്ച് ഇങ്ങനെ കൊണ്ടു നടക്കണം. അതിപ്പോൾ ഇതേപോലെ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. നല്ല പോയിട്ട് വരുന്ന തലേന്ന് ഓടിയും കിട്ടൂലല്ലേ? എത്ര നോക്കിയാണെങ്കിൽ ഇന്ന് രാവിലെ 3 മണിയോ 3 മണി നല്ല കോമഡി. എന്നിട്ട് 8:30 ഇറങ്ങി പോകുന്നതാണ്. ഇങ്ങനെ കൊണ്ടുവരേണ്ടത് തൊപ്പിട്ട് ഇറക്കാട്ടില്ലല്ലോ. മേൽമുറി ഫുള്ളായോണ്ട് പിള്ളേരൊക്കെ എന്നാ ഇബ്രാഹിം നടക്കുമല്ലോ. മുടിയിട്ടല്ലേ ലെവലില് വീഡിയോ ഒക്കെ എടുത്ത് രാവിലെ ഇച്ചാണ്ട് മുടിയൊക്കെ ഇരപ്പയിക്കണം. ഈച്ചാല് ആകെ തെറിച്ചില്ലേ ബൈക്ക് എടുത്തില്ല, ഫുള്ള് വണ്ടിക്കാരല്ല. കാത്തിരിമിനി വരാം, കുറെ നേരെ കാത്തിരിക്കും. അങ്ങനെ സീറ്റ് കിട്ടും തിരക്കാട്ടോളൊക്കെ. സൈഡ് ഫുള്ള് 3 ഇടാകും. ചോട്ടക്ക അങ്ങനെ അതുപോലെ ഇതിന്റെ തിരക്കുന്ന് മുടിയൊക്കെ വെട്ടിയൊന്നുണ്ടോ. അപ്പൊ പല ആളെ ഇത്രയും കാര്യങ്ങളാണ്. നീട്ടി വളർത്തുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ പെട്ടെന്ന് കൊഴിച്ചിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ കൊഴിഞ്ഞ മുടി നല്ലോണം കാണും ചെയ്യും. മുടി നല്ലോണം നീട്ടി വളർത്തിയാല്. ഞാൻ നീട്ടി വളർത്താനുള്ള കാരണം എന്താ വെച്ചാൽ എന്റെ ക്രൗൺ ഏരിയ നല്ല വിസിബിൾ ആയതുകൊണ്ടാണ്. അത് മാക്സിമം കാണാതിരിക്കാൻ വേണ്ടി നോക്കാന്നുള്ളൂ. അതുപോലെ തന്നെ ആദ്യം മുടി ഇല്ലാത്ത സമയത്ത് തന്നെ ഫ്രണ്ട് പോർഷനൊക്കെ അതേപോലെ കവർ ചെയ്ത് ബാക്കത്തെ മുടി നല്ലോണം നീട്ടി വളർത്തിട്ടൊക്കെയാണ് വെച്ചിട്ടുണ്ടായിന്. അതൊന്നും തന്നെ തൊപ്പിയെ കൂടി കഴിഞ്ഞാൽ കാറ്റത്ത് നല്ലോണം വിസിബിൾ ആയിന്. അപ്പോ ഇനി ഏതായാലും ക്രൗൺ ഏരിയ ഒന്ന് ചെയ്യണമെന്നുണ്ട്. അത് ഇൻഷാല്ലാ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. അതുവരെ ഇങ്ങനെ വിസിബിൾ ഇല്ലാത്ത കോലത്തിൽ പോകാന്നാണ്. നീട്ടി വല്ലാണ്ട് വളർത്താൻ വയ്യ. കാരണം നിങ്ങൾ കണ്ടല്ലോ രാവിലത്തെ എണീക്കുമ്പോൾ അത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതേ രീതിയിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനൊന്നും കഴിയില്ല. പെട്ടെന്ന് CV സെറ്റ് ആക്കണം. ഏതായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അടുത്തൊരു വീഡിയോയ്ക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.